ന്യൂസ് പ്ലസിലേക്ക് സ്വാഗതം. അഫാൻ്റെ 3 പോലീസ് സ്റ്റേഷൻ പരിധികളിൽ വരുന്ന കേസുകളിൽ ആദ്യത്തെ കേസ് ഇപ്പോൾ കോടതിയിൽ ചാർജ് ഷീറ്റ് അഥവാ കുറ്റപത്രമായി സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അഫാൻ്റെ ഭാവി എന്തായിരിക്കും എന്ന് തീരുമാനിക്കപ്പെടുന്നതിൻ്റെ ഒന്നാമത്തെ കാൽവയ്പ്പാണ് കേരള പോലീസ് നടത്തിയിരിക്കുന്നത്. 450 പേജ് നീളുന്ന കുറ്റപത്രമാണ് ആദ്യത്തേത്. 120 സാക്ഷികളുണ്ട്, 40 തൊണ്ടി മുതലുകളുമുണ്ട്. ഇനി അഫാനെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൽ ഒരു ജാമ്യമില്ലാത്ത അവസ്ഥയുമായി. കാരണം 90 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സംഭവം നടന്നു. 90 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കേരള പോലീസ് കുറ്റപത്രം സമർപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇത് വിചാരണ കോടതിയിലേക്ക് എത്തുന്നു. വിചാരണ കോടതിയിൽ നടക്കുന്ന നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇനി കോടതിക്ക് വിധി പറയാം. ഈ കേസ് ആദ്യമായി സമർപ്പിച്ചിരിക്കുന്നത് ആദ്യത്തെ കൊലയുടെ അടിസ്ഥാനത്തിലാണ്. 6 മണിക്കൂർ നീണ്ട ഒരു ദിവസത്തെ പൂർണ്ണമായ കൊലപാതക പരമ്പരയുടെ തുടക്കം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അഫാൻ്റെ വീട്ടിൽ തൻ്റെ ഉമ്മയെ കൊലപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ആരംഭിച്ചത്. ആ ശ്രമം വിജയിച്ചു എന്ന് തീർച്ചപ്പെടുത്തിയാണ് അയാൾ സ്വന്തം വീട്ടിൽ നിന്നും ഉമ്മുമ്മയെ കൊല്ലാനായിട്ട് ആദ്യം ഇറങ്ങുന്നത്. ഉമ്മുമ്മയെ കൊല്ലാനുള്ള ലക്ഷ്യങ്ങളിൽ പ്രധാനമായും അഫാൻ ഉണ്ടായിരുന്നത് അവരുടെ കഴുത്തിലുള്ള മാല തന്നെയായിരുന്നു. അത് ചോദിക്കും, അത് അവർ പതിവ് പോലെ നൽകുകയുമില്ല. തുടർന്ന് അവരെ കൊലപ്പെടുത്തുക. പിന്നീട് ആ മാല എടുത്ത് സ്വർണ്ണാഭരണ കടയിൽ കൊണ്ടുപോയി പണയം വച്ച് കിട്ടുന്ന തുക കൊണ്ട് തന്നെ ഏറ്റവും ബുദ്ധിമുട്ടിച്ച സുഹൃത്തിന് അതിൻ്റെ പണം അയച്ചു കൊടുക്കുക. അയാളിൽ നിന്നും കടം വാങ്ങിയ തുക പലിശ സഹിതം കൊടുക്കുക. അത് ATM വഴി കൈമാറ്റം ചെയ്യപ്പെടണം. ഇതായിരുന്നു അഫാൻ്റെ ആദ്യത്തെ ഉദ്ദേശങ്ങളിൽ ഒന്ന്. രണ്ടാമത്, ആ പണത്തിൻ്റെ ബാക്കി ഉപയോഗിച്ച് മദ്യപിക്കുക. 3, ആ പണം ഉപയോഗിച്ച് ചുറ്റിക വാങ്ങുക. ബാക്കി കാര്യങ്ങളെല്ലാം സംഘടിപ്പിക്കുന്നതിന് ആ പണം തന്നെ ഉപയോഗിക്കാം എന്നുദ്ദേശിച്ചിട്ടാണ് ഈ സൽമ ബീവി എന്ന് പറയുന്ന തൻ്റെ ഉമ്മുമ്മയെ ആദ്യമായി കൊലപ്പെടുത്താനായിട്ട് എത്തുന്നത്. ആദ്യമായിട്ട് എന്ന് പറഞ്ഞാൽ കൊല നടന്നു എന്ന് പിന്നീട് നമുക്ക് വ്യക്തമാകുന്നത് ഈ ഉമ്മുമ്മയുടെ കൊലപാതകമാണ്. ഉമ്മയുടെ കൊലപാതകം പൂർണ്ണമായും അയാൾക്ക് ചെയ്തു തീർക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അഫാൻ ധരിച്ചത് ഉമ്മ മരണപ്പെട്ട് കഴിഞ്ഞു എന്ന് തന്നെയാണ്. പോലീസ് സ്റ്റേഷനിലും 6 പേരെ ഞാൻ കൊന്നിട്ട് വരുന്നു എന്നാണ് പോലീസിനോട് പറഞ്ഞത്. പോലീസ് ആദ്യം അത് അവിശ്വസിച്ചെങ്കിലും പിന്നീട് ഈ അഫാൻ്റെ വീട്ടിലെത്തി പരിശോധന ആരംഭിച്ചപ്പോൾ ആ അഫാൻ പറഞ്ഞതൊക്കെ പൂർണ്ണമായും ശരിയാണെന്ന് പോലീസിന് ബോധ്യപ്പെട്ടു. പിന്നീടാണ് മറ്റ് വീടുകളിൽ അഫാൻ്റെ കൊലപാതക പരമ്പര അഫാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു എന്ന് മനസ്സിലായത്. യഥാർത്ഥത്തിൽ അഫാൻ എല്ലാ തെളിവുകളും പോലീസിന് നൽകി എന്നുള്ളത് വേണം നമുക്ക് പറയാൻ. സാധാരണ പ്രതികൾ ഇങ്ങനെ ഒരു കൊലപാതകം നടത്തി രക്ഷപ്പെടാനാണ് ഉദ്ദേശമെങ്കിൽ ഒരിക്കൽ പോലും തെളിവുകൾ പോലീസിന് കിട്ടാത്ത വിധം തെളിവുകൾ നശിപ്പിക്കുക എന്നുള്ളതാണ്. കൈവിരലടയാളങ്ങൾ വരാതിരിക്കാനും തൻ്റെ വസ്ത്രങ്ങൾ കൊലപാതകം നടത്തുന്ന വീടുകളിൽ ഏതെങ്കിലും കാരണവശാൽ അവിടെ ഉപേക്ഷിക്കാനോ തന്നെ പ്രതിയാക്കാൻ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള മറ്റ് എവിഡൻസുകൾ, ചുമരിൽ തൻ്റെ കൈവിരലടയാളം പതിക്കുക, അതുപോലെ ആയുധങ്ങൾ അവിടെ ഉപേക്ഷിക്കുക, ആരുടെയെങ്കിലും ദൃഷ്ടിയിൽപ്പെടുക, ആരെങ്കിലും നേരിൽ ഈ കൊലപാതക ദൃശ്യം കാണാതിരിക്കണം എന്ന് ബോധപൂർവം ഉദ്ദേശിച്ചു കൊണ്ടുള്ള നീക്കം നടത്തുക, ഇതെല്ലാം ഒരു പ്രതി ഈ കുറ്റത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗങ്ങളും മുൻകരുതലുകളുമായി സ്വീകരിക്കാറുണ്ട്. പക്ഷേ വെഞ്ഞാറമൂട് അഫാൻ്റെ കേസിനെ സംബന്ധിച്ചിടത്തോളം
ഒരു തെളിവും മറച്ചുവെക്കാൻ അഫാൻ തയ്യാറായില്ല. അഫാൻ ആകെ എറിഞ്ഞു കളഞ്ഞത് തൻ്റെ പിതാവിൻ്റെ സഹോദരൻ്റെ കാറിൻ്റെ കീയും അതുപോലെ അയാളുടെ മൊബൈൽ ഫോണുമായിരുന്നു. ഇത് ഈ കൃത്യം നടത്തി കഴിഞ്ഞതിന് ശേഷം, പിതാവിൻ്റെ സഹോദരനെയും അയാളുടെ ഭാര്യയെയും കൊലപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം അവിടെ ഇരിക്കുന്ന വേളയിൽ സിഗരറ്റ് വലിച്ച് ആ മൃതദേഹങ്ങൾക്കരികിൽ ഇരിക്കുന്ന സമയം ഈ ഫോൺ ബെല്ലടിച്ചതിൻ്റെ ദേഷ്യത്തിൽ കീയും ഫോണും എടുത്ത് ഈ ബൈക്കിനടുക്കലേക്ക് പോകുന്നതിനിടയിൽ തൊട്ടടുത്ത ഒരു കുറ്റിക്കാട്ടിൽ വലിച്ചെറിഞ്ഞിരുന്നു. അത് തെളിവ് നശിപ്പിക്കാനായിരുന്നില്ല, ഈ മനുഷ്യനോടുള്ള പക, ദേഷ്യം, അതിൻ്റെ ഒരു പ്രതികരണമായിട്ടാണ് ഇത് ചെയ്തിരുന്നത്. എല്ലാ കാര്യങ്ങളും വ്യക്തമായി പരിശോധിക്കുമ്പോൾ അഫാനെ സംബന്ധിച്ചിടത്തോളം തെളിവുകൾ ഒന്നും നശിപ്പിക്കാതെ തന്നെ അയാൾ സുബോധത്തോടു കൂടി പോലീസിന് അത് വാക്കുകൾ കൊണ്ട് കൈമാറുകയും പിന്നീട് തെളിവെടുപ്പിനായി ഈ കൊലപാതകം നടന്ന സ്ഥലങ്ങളിലേക്ക് കൊണ്ടുവരുമ്പോൾ അതെല്ലാം അയാൾ തന്നെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഞാൻ തന്നെ കൊന്നു എന്ന് ഒരു പ്രതി പോലീസിനോട് സബ്മിഷൻ നടത്തി കഴിഞ്ഞാൽ പിന്നീട് അയാൾ ഒന്നുകിൽ കോടതിയിൽ താൻ പറഞ്ഞിട്ടില്ല എന്ന് മൊഴി മാറ്റേണ്ടി വരും, അല്ല എങ്കിൽ പോലീസ് സമ്മർദ്ദത്തിലാക്കിയത് കൊണ്ടാണ് താൻ ഇത് പറഞ്ഞത് എന്ന് പറയേണ്ടി വരും. എന്നാൽ ഇവിടെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭാരതീയ സാക്ഷ്യ നിയമം, അതായത് പഴയ എവിഡൻസ് ആക്ടിൻ്റെ പുതിയ പേര് ഭാരതീയ സാക്ഷ്യ നിയമം BSA അനുസരിച്ച് കുറ്റവാളി തന്നെ എല്ലാ തെളിവുകളും പോലീസിന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു. ചുറ്റിക അദ്ദേഹം പോലീസിന് കാട്ടിക്കൊടുക്കുന്നു. ഉമ്മുമ്മയിൽ നിന്നും എടുത്ത മാല പണയം വച്ച കട കാണിച്ചു കൊടുക്കുന്നു. മാത്രമല്ല ഇയാൾ ഇതിനു വേണ്ടി മുളകുപൊടി വാങ്ങിയ കട കാണിച്ചു കൊടുക്കുന്നു. ചുറ്റിക ഒളിച്ചു വെക്കുന്നതിന് വേണ്ടി ബാഗ് വാങ്ങിയ കട കാണിച്ചു കൊടുക്കുന്നു. എല്ലാം പോലീസിന് കൃത്യമായും പ്രതി തന്നെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞു. ഈ എടുക്കപ്പെട്ട എല്ലാ തെളിവുകളും തങ്ങളുടെ കടയിൽ നിന്ന് ഈ പ്രതി തന്നെയാണ് വാങ്ങിയത് എന്ന് ആ കടക്കാരെല്ലാം തന്നെ പോലീസിന് മൊഴി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി കോടതിയിൽ ട്രയൽ നടക്കുമ്പോൾ ഇവരെല്ലാം കോടതിയിൽ വരേണ്ടി വരും. 40 തൊണ്ടി മുതലുകൾ കോടതിയുടെ മുമ്പാകെ ഹാജരാക്കി കഴിഞ്ഞു. 120 സാക്ഷികളാണ് ഇനി കോടതിയിലെത്തി സാക്ഷിമൊഴി പറയേണ്ടി വരുന്നത്. അതിൽ സ്വന്തം ഉമ്മയും അതുപോലെ ഈ ശേഷം ഗൾഫിൽ നിന്ന് തിരിച്ചെത്തിയ പിതാവും ഈ കടകളിൽ ഉണ്ടായിരുന്ന അന്ന് ഈ സാധനങ്ങൾ എടുത്തുകൊടുത്ത വ്യക്തിയും അതിൻ്റെ പണം വാങ്ങിയ വ്യക്തിയും ഉൾപ്പെടെ എല്ലാവരും 120 സാക്ഷികൾ ഇപ്പോൾ ഈ കുറ്റപത്രത്തിൻ്റെ ഭാഗമായി കോടതിയിൽ എത്തേണ്ടി വരും. പക്ഷേ ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കാം, ഒരു ദൃക്സാക്ഷി പോലും ഇല്ല എന്നുള്ളതാണ്. അഫാൻ ഈ കുറ്റകൃത്യം നടന്നത് നേരിൽ കണ്ട ഒരൊറ്റ വ്യക്തിയും ഇല്ല. മറിച്ച് പോലീസിന് ഈ പ്രതി തന്നെ സമ്മതിച്ച കുറ്റപത്രത്തിൽ പറയുന്നത് പോലെ പ്രതി സ്വയം തന്നെ സമ്മതിച്ച വിവരവും അതുപോലെ ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകളും ഒക്കെ തന്നെ അഫാൻ തന്നെ കുറ്റവാളി എന്ന് ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അഫാൻ ഈ കേസിൽ നിന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അഫാനെ സംബന്ധിച്ചിടത്തോളം അഫാൻ ഈ കേസിലെ ആദ്യത്തെ കുറ്റപത്രത്തിൽ തന്നെ തൻ്റെ മോട്ടീവ് എന്തായിരുന്നു എന്ന് പോലീസിനോട് പറഞ്ഞു കഴിഞ്ഞു. മോട്ടീവ് എന്ന് പറഞ്ഞാൽ അമ്മുമ്മയോടുള്ള പ്രതികാരമാണ് ഒന്നാമത്തത്. 2 പണാപഹരണം തന്നെയാണ്. മാല എടുത്തുകൊണ്ടുപോയത് താൻ തന്നെയാണെന്നും പണയം വച്ച കട ഇതാണെന്നും ആ പണയം വെച്ച് കിട്ടിയ പണം കൊണ്ട് താൻ എന്തൊക്കെ ചെയ്തു എന്നും അഫാൻ എണ്ണി പോലീസിനോട് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ അമ്മുമ്മയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്ന ആദ്യത്തെ കേസിൽ പൂർണ്ണമായും കോടതി അഫാൻ കുറ്റവാളിയാണെന്ന് തന്നെ വിധിക്കും. തുടർന്ന് ആ കുറ്റം ചെയ്തതിന്
എന്ത് ശിക്ഷ നൽകും എന്നുള്ളത് നിഗമനത്തിലേക്ക് നമ്മൾ എത്തുകയാണെങ്കിൽ ഒരു ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് അഫാനെ കാത്തിരിക്കുന്നു എന്ന് പറയാം. ഒറ്റ കൊലപാതകം മാത്രം മതി അത്. തുടർന്നുള്ള കൊലപാതകങ്ങൾ ഒക്കെ തന്നെ ട്രയൽ നടത്തി കഴിയുമ്പോൾ ഒന്നിൽ നിന്ന് പോലും കുറ്റവിമുക്തനാകാനുള്ള ഒരു പഴുതുപോലും അഫാൻ അവശേഷിപ്പിക്കാത്തത് കൊണ്ട് അഫാന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് ഉറപ്പാണ്. എല്ലാ കോടതി വിധികളും വരുമ്പോൾ നമുക്ക് അത് മനസ്സിലാകും. ഈ കാര്യങ്ങൾ ചെയ്തത് ഓരോ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലായതുകൊണ്ടാണ് 3 വ്യത്യസ്തമായ കുറ്റപത്രങ്ങൾ പോലീസിന് കോടതിയിൽ സമർപ്പിക്കേണ്ടി വന്നിരിക്കുന്നത്. സ്വന്തം അമ്മയെയും അനുജനെയും കാമുകിയെയും ഒക്കെ നിഷ്കരുണം കൊന്നൊടുക്കിയ ഒരു പ്രതി ഒരിക്കലും നമ്മുടെ നാട്ടിലെ ഭാരതീയ ന്യായ സംഹിത BNSൻ്റെ നിഗമനത്തിൽ പറയുകയാണെങ്കിൽ രക്ഷപ്പെടാൻ, അഥവാ കുറ്റത്തിൽ നിന്നും രക്ഷപ്പെടാനോ അതുപോലെ അയാൾക്ക് വിധിക്കപ്പെടുന്ന ശിക്ഷയിൽ നിന്നും ഇളവ് കിട്ടാനോ യാതൊരു അർഹതയും കാണുന്നില്ല എന്നുള്ളതാണ്. ഇത് മോട്ടീവ് വ്യക്തമായതുകൊണ്ട്, ഉദ്ദേശം വ്യക്തമായതുകൊണ്ട് തന്നെ ആദ്യത്തെ ചാർജ് ഷീറ്റ് കൊടുത്തിരിക്കുന്ന കേസിൽ അഫാനെ കാത്തിരിക്കുന്നത് തൂക്കുകയറാണോ എന്നുള്ളതേ ഇനി നമുക്ക് വിചാരണ കോടതിയുടെ നടക്കുന്ന ട്രയലിന് ശേഷം അറിയാൻ ഉള്ളൂ. ഒരിക്കൽ പോലും അഫാൻ താൻ കുറ്റം ചെയ്തിട്ടില്ലെന്നും ഇത് മറ്റാരെങ്കിലും തൻ്റെ മേൽ കെട്ടിവെച്ചതാണെന്നും നാളിതുവരെ പോലീസിനോടോ മറ്റോ പറഞ്ഞിട്ടില്ല. കുറ്റം ഏറ്റെടുത്ത് തന്നെ അയാൾ അത് വ്യക്തമായും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അഫാൻ്റെ മൊഴി തന്നെ അഫാൻ്റെ ക്യാപിറ്റൽ പണിഷ് തീരുമാനിക്കുന്നതിലേക്ക് എത്തിക്കുന്നു. ഈ 3 കുറ്റപത്രങ്ങളും വെവ്വേറെ 3 പോലീസ് സ്റ്റേഷനിൽ നിന്നും കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ട്രയൽ ആരംഭിക്കും. 88 ദിവസം കൊണ്ട് തന്നെ പോലീസ് കുറ്റപത്രം തയ്യാറാക്കി കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കേസുകളിൽ ജാമ്യം കിട്ടാനുള്ള അവസരം പോലും അഫാൻ ഇല്ലാതാക്കി എന്ന് പറയാം. കാരണം പ്രകൃതി നിയമമനുസരിച്ച് കുറ്റം ചെയ്തവൻ തീർച്ചയായും അതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്. അഫാൻ അത് അനുഭവിക്കാൻ തീർച്ചയായും ഇനി തയ്യാറെടുത്തു കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. കാരണം അഫാൻ ഈ കുറ്റങ്ങൾ ചെയ്തതിന് ശേഷവും തനിക്ക് ഇനി ജീവിക്കണം എന്ന് ആഗ്രഹമില്ല, സ്വയം ആത്മഹത്യ ചെയ്യാനാണ് തനിക്ക് താല്പര്യം, അത് താൻ ഏതവസരം കിട്ടിയാലും ചെയ്യും എന്ന് തന്നെയാണ് ഇപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുറ്റവാളിക്ക് തൂക്കുകയർ കിട്ടിയാലും അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇക്കാര്യത്തിൽ ഒരു തരം മാനചാഞ്ചല്യത്തിനും ഇടയില്ലാത്ത വിധം പരുവപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ അഫാൻ്റെ ഈ കേസ് യഥാർത്ഥത്തിൽ ഒരു പുതിയ കേസ് സ്റ്റഡിയുടെ ഭാഗമായി തന്നെ കേരള പോലീസ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ കുറ്റവിചാരണ നടക്കുന്ന മുറയ്ക്കുള്ള വാർത്തകൾ ഈ ചാനൽ ഈ വെഞ്ഞാറമൂട് വിഷയവുമായി ബന്ധപ്പെട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അടുത്ത കുറ്റപത്രം തയ്യാറായാൽ ഉടൻ അതിൻ്റെ വിവരങ്ങളും നിങ്ങൾക്ക് കൈമാറുന്നുണ്ട്. നന്ദി.